ഹലോ ഗൈസ്, അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ തലേന്നത്തെ കറി രാവിലെ തന്നെ ചൂടാക്കി. പിന്നെ തൊട്ടടുത്ത അടുപ്പിനകത്തോട്ട് ഞാൻ കടലക്കറി വെച്ച്. പിന്നെ തലേന്ന് ചേട്ടൻ കുറേ മീൻ മേടിച്ചുകൊണ്ടിരുന്നായിരുന്നു. കൊഞ്ചുണ്ടായിരുന്നു, പിന്നെ മറ്റേ മീനിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കൊഞ്ചെല്ലാം കൂടെ പെറുക്കി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കാം, നല്ല കുട്ടിയായിട്ട് വൃത്തിയാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ് ദോശ ചുട്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് കടലക്കറി, ഇതും വറുത്തരച്ച് കടലക്കറിയാണ് വെച്ചത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചായയും കൂടി ഇട്ട് കുടിച്ച് നല്ല സെറ്റാക്കിയിട്ട് മീനൊക്കെ കണ്ടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ്. ആ ചായ കപ്പ് കഴുകാൻ നേരം അതിൻ്റെ ഗ്ലാസ് പൊട്ടി എൻ്റെ കയ്യിലോട്ട് അടിച്ച് കയറി, നല്ലപോലെ മുറിഞ്ഞായിരുന്നു. പിന്നെ ആ മുറിവൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞ് അമ്മ മീൻ കണ്ടിച്ച് തരാമെന്ന്. മറ്റേ മീനെടുത്തിനെ മാറ്റി വെച്ച് കൊഞ്ച് മാത്രം അമ്മയെ കൊണ്ട് കണ്ടിച്ചോളൂ. പിന്നെ ദാണ്ട മോളെ കൊണ്ട് പാത്രമൊക്കെ കഴിപ്പിച്ചിട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു സിപ്പപ്പും കൂടെ ഞാൻ അങ്ങോട്ട് കുടിച്ച്. പിന്നെ എന്തൊക്കെയായാലും നമ്മൾ കല്യാണത്തിനൊക്കെ മുന്നേ നമ്മളെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറി വീട്ടിൽ ഇരിക്കുകയല്ലോ. നമ്മൾ 2 ദിവസത്തേക്ക് പിന്നെ നമ്മൾ ഒരു പണിയും ചെയ്യത്തില്ലല്ലേ, നമ്മൾ പണിയൊന്നും ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മുറിഞ്ഞ കൈയും കൊണ്ടാണ് ഗൈസ് ഇതൊക്കെ പെരട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയായാലും അരപ്പൊന്നും അതിനകത്ത് പറ്റിയില്ല, എന്നാലും വേണ്ടിയില്ല. ഞാൻ എന്തൊക്കെയാലും പണികളെല്ലാം തീർത്ത് നമ്മളെ കൊഞ്ചുകറി വെച്ചിട്ട്, പിന്നെ മോരുണ്ടായിരുന്നു, മോരുമൊക്കെ കാച്ചി, പിന്നെ അടുക്കളയെല്ലാം ക്ലീനാക്കി. നിങ്ങൾ ഓർക്കണം, എൻ്റെ മുറിഞ്ഞ കൈയും വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ വേണ്ട നമ്മളെ മീൻകറിയൊക്കെ നല്ല തിളച്ച് സെറ്റായി. പിന്നെ നല്ല കുറേ പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ആ സ്റ്റിക്കറിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ സോപ്പ് പൊതിയൊക്കെ കയറും. അപ്പോഴത്തേക്ക് ഒരുമാതിരി അരയ്ക്കുന്ന കണക്കത്തൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാലും അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ കിച്ചണൊക്കെ അങ്ങോട്ട് ക്ലീനാക്കി. പിന്നെ നല്ല മോരുണ്ടാക്കി, നല്ല ചോറും ഒക്കെ വെച്ചിട്ട് നല്ല തീറ്റി